നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മേടക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു മേടക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. 12-ലെ ശനിയാണ്, 7-ലെ ശനിക്കാലമാണ്, 3-ലെ വ്യാഴം, 11-ലെ രാഹുർ, 5-ലെ കേതു. ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതികളും അതോടൊപ്പം തന്നെ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും വെച്ചുകൊണ്ട് നമ്മൾ മേടക്കൂറുകളിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദ നക്ഷത്രജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫലം വിലയിരുത്തുമ്പോൾ നമുക്കാദ്യം മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ എന്തൊക്കെയായിരിക്കും എന്നൊന്ന് പരിശോധിക്കാം. 7-ലെ ശനിക്കാലമായതുകൊണ്ട് തന്നെ അലസത ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാനുള്ള സാധ്യതയും കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. കുടുംബത്തിലോ തൊഴിൽ സ്ഥാനത്തോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏകദേശം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. ജോലിക്കാര്യത്തിനാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിനാണെങ്കിലും വിദേശയാത്ര സുഗമമായി നടപ്പിലാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമുള്ള ചിലവുകൾ വർദ്ധിച്ചിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദര സ്ഥാനീയരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളൊക്കെ നടത്തുന്നത് കലഹമയമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹായിക്കാമെന്ന് എത്തുന്നവരെ യഥാസമയം സഹായിക്കണമെന്നില്ല എന്ന ഒരു ബോധ്യം കൂടെ വെച്ചുകൊണ്ട് ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ സഹായം ലഭ്യമാക്കാൻ വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. പ്രത്യേകിച്ച് മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൽ ഒതുക്കി വച്ചിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ, അത്തരം ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപം, എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു നിക്ഷേപമെങ്കിലും ചെയ്യുവാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള അധികാരപ്രാപ്തി ലഭിക്കുന്നതാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള ഒരു വരുമാന മാർഗമെങ്കിലും ലഭിക്കാനിടയുണ്ട്. പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടുന്ന ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കരുതലും വേണ്ടുന്ന സമയമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ചെറിയ ചില തടസ്സങ്ങൾ നേരിട്ടാൽ പോലും ആ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബപരമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളുണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. കടബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കും, കുറച്ച് അലച്ചിലോടുകൂടിയാണെങ്കിൽ പോലും. എന്തായാലും പൊതുവെ 2026 മാർച്ച് മാസം ഗുണകരമായിരിക്കും എന്ന് പറയാം. ഇനി 2026 ഏപ്രിൽ മാസത്തിൽ അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രദേശത്തേക്ക് പോവുക, രാജ്യങ്ങളിലേക്ക് പോവുക, ദേശം വിട്ടു പോവുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, തീർത്ഥാടനം ചെയ്യുക തുടങ്ങിയത് പോലെയുള്ള യാത്രകൾക്ക് വളരെയേറെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. പിണങ്ങിക്കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബപരമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. പ്രണയ വിഷയങ്ങളിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. സഹോദര സ്ഥാനീയരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ തോന്നിയേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് തടസ്സങ്ങളൊന്നും വരുന്നതല്ലെങ്കിലും അത് സംബന്ധിച്ചുള്ള ചിലവുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഏതെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ ചുമതലകളോ അധികാരപ്രാപ്തിയോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
എടുത്തിയാട്ടം മൂലം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവരുത്. മക്കളുടെ കാര്യത്തിൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ശ്രദ്ധിക്കണം. മക്കളെ സംബന്ധിച്ചവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും ഏപ്രിൽ മാസം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോകും. ആരോഗ്യ കാര്യത്തിൽ വളരെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. അടുത്തത് ഭരണി നക്ഷത്രയാത്രയുടെ 2026 മാർച്ച് മാസ ജ്യോതിഷ ഫലസാധ്യതകളാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കാനിടയുണ്ടെങ്കിലും അലച്ചിൽ വർദ്ധിച്ചിരിക്കും. കുടുംബത്തിൻ്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വാർത്ഥലാഭാധിഷ്ഠിതമായിട്ട് ചെയ്യുന്ന ഗൂഢതന്ത്രങ്ങളായിട്ട് ആരോപിക്കപ്പെട്ടേക്കാം. മക്കളിൽ നിന്നാണെങ്കിലും പ്രണയിനിയിൽ നിന്നാണെങ്കിലും കാമുകനിൽ നിന്നാണെങ്കിലും ഭർത്താവിൽ നിന്നാണെങ്കിലും ചില സമയങ്ങളിൽ ഒരു ബുദ്ധിമുട്ടേറുന്ന അല്ലെങ്കിൽ അകറ്റപ്പെടുന്ന നിന്ദിക്കപ്പെടുന്ന തരത്തിലുള്ള ചില വാക്കുകളും പ്രവർത്തികളും നേരിടുവാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മാനസിക സംഘർഷം വർദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടത്തി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ടും അവസാനം കുടമിട്ടുടച്ചു എന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും സഹോദരങ്ങളോ ബന്ധുക്കളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കടബാധ്യതകളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം 100 രൂപ വാങ്ങിച്ചിട്ട് 10,000 രൂപ തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള കൊള്ളപ്പലിശയിലൊന്നും പോയി ഈ കാലഘട്ടത്തിൽ തലവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതിരിക്കുക, അഭിപ്രായം പറയാതിരിക്കുക. എത്രയേറെ അടുത്ത ബന്ധുക്കളും സ്നേഹിതരും കൂട്ടുകാരുമാണെങ്കിലും ഒരു ദിവസം കൊണ്ട് അവരെ നന്നാക്കി കളയാമെന്ന് പറയുന്ന മിഥ്യാധാരണ വെച്ച് പുലർത്തരുത്. അത്തരം ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അവരെ കാര്യമായിട്ട് ഗുണദോഷിക്കാൻ പോയാൽ ചിലപ്പോൾ അപമാനിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റാരും അറിയാതെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില രഹസ്യ വിഷയങ്ങൾ, രഹസ്യ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുവാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിലുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടേണ്ടുന്ന ചില അവകാശങ്ങളെ സംബന്ധിച്ചൊരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ്. മക്കളെ സംബന്ധിച്ച് ചില മാനഹാനിക്കിടയാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ പോവുക. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മരുന്നെടുക്കുന്നവരത് മറന്നു പോകാതിരിക്കുവാനും ശ്രദ്ധിക്കുക. ഏപ്രിൽ മാസവും പൊതുവെ ഗുണകരമായിരിക്കും. അല്ലറ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കിയത്. മേടക്കൂറിൽപ്പെട്ട കാർത്തിക 1-ാം പാദ നക്ഷത്രയാത്രയുടെ 2026 മാർച്ച് മാസ ജ്യോതിഷ ഫലം നമ്മൾ പരിശോധിച്ചാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാതെ നോക്കണം. ധൈര്യപൂർവ്വം ഏത് കാര്യത്തിലും ഇടപെടുന്നത് തെറ്റില്ല. പക്ഷേ അതിസാഹസികതയോ അതിധൈര്യമോ ആയി മാറി അത് കുഴപ്പമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നവർ സമയത്ത് കാലുമാറാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ ആവശ്യങ്ങൾക്ക് മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്നും ധനം കണ്ടെത്തിക്കൊള്ളണം. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാറ്റങ്ങൾ, സ്ഥലം മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ്. ഏഴരശനി കാലമാണെന്നുള്ള ബോധം വേണം. കലഹം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രവാസ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ ഉപരിപഠന വിഷയവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ സാധിക്കുമെങ്കിലും അതിനു വേണ്ടി ചിലവ് ചെയ്യേണ്ടി വരുന്ന ധനം കുറച്ച് കൂടുതലായിരിക്കാം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ദുഷ്ടചിന്താഗതി ഉള്ളവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ പാടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ കുറച്ച് നയത്തിലൊക്കെ ഇടപെട്ട് പോകണം. വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില രഹസ്യ താല്പര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്ന് കിട്ടാനിടയുണ്ട്. സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു നിക്ഷേപം ഒക്കെ ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹ വിഷയത്തിലും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കൊണ്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ മേടക്കൂറുകാരുടെ അശ്വതി ഭരണി കാർത്തിക 1-ാം പാദ നക്ഷത്രയാത്രയുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ കൂറുഫലം എന്തൊക്കെയാണ് ശ്രദ്ധിച്ചാൽ, ഏഴരശനിക്കാലമാണ്. ഏഴരശനി ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷീണം വർദ്ധിച്ചേക്കാം, അലസത വർദ്ധിച്ചേക്കാം, തുടർച്ചയായിട്ടുള്ള ഉറക്കം വരിക, അല്ലെങ്കിൽ വേണ്ട വ്യായാമങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യാതിരിക്കുന്നത് കൊണ്ടുണ്ടാകാനുള്ള ചെറിയ ചെറിയ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിസാഹസികത കാണിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, വഴുവഴുപ്പുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വഴുതി വീഴുവാനുള്ള സാധ്യതകൾ ഒക്കെ തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ട് ശ്രദ്ധിച്ച് പോവേണ്ടതാണ്.
കുടുംബത്തിലായാലും തൊഴിൽ മേഖലയിലായാലും സൗഹൃദ മേഖലയിലായാലും ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ ഭിന്നത കലഹത്തിലേക്ക് എത്താതെ ശ്രദ്ധിക്കണം. വിദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹം, അത് ജോലിക്കാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും വിദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹമൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണെങ്കിലും അവയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പൈസ ചെലവ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ട് കബളിപ്പിക്കപ്പെടുന്നില്ല എന്നൊന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ചിലവുകൾ വളരെയേറെ ശ്രദ്ധിക്കണം. എത്രയേറെ ശ്രദ്ധിച്ചാലും ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ പോലും വന്ന് ഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈശ്വരന് നിരക്കാത്ത ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കണം. പ്രത്യേകിച്ച് ഈ വളർത്തു മൃഗങ്ങളോട്, പക്ഷിമൃഗാദികളോടൊക്കെ കുറച്ച് ദയാപൂർവം പെരുമാറുക, നിഷ്കരണം പെരുമാറരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സഹോദര സ്ഥാനികരമായിട്ടുള്ള ഏതെങ്കിലും സ്വത്ത് തർക്കത്തിലോ മറ്റോ അഭിപ്രായ വ്യത്യാസം വന്നാൽ പോലും അവിടെ വലിയ വലിയ മൂർച്ചയേറിയ വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ധൈര്യപ്രകടനമൊന്നും തെറ്റല്ല, പക്ഷേ ധൈര്യപ്രകടനം എന്ന് പറയുന്നത് ഒരു ഷോയായി മാറരുത്. അല്ലെങ്കിൽ അതിസാഹസികതയുടെ തലത്തിലേക്ക് എത്തിയാൽ അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. സഹായിക്കാമെന്ന് പറയുന്നവർ ആവശ്യമുള്ള സമയത്ത് കൈമലർത്തി കാണിക്കാനിടയുള്ളത് കൊണ്ട് തന്നെ ഒരു കേന്ദ്രത്തിൽ നിന്നല്ല ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യമുള്ള സഹായങ്ങൾ ഉറപ്പാക്കിക്കൊള്ളണം. അതുപോലെ തന്നെ സൽബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുക. സ്ഥാനമാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട്. സാമ്പത്തികമായിട്ട് 10 രൂപയെങ്കിലും മിച്ചം പിടിക്കാൻ സാധിക്കും. ചുരുക്കത്തിലൊരു പ്രതാപവർദ്ധനവും ഒക്കെ ലഭിക്കുന്നതാണ്. അധികാരം, ഏതെങ്കിലും തരത്തിലുള്ള അധികാരം ലഭിക്കാനിടയുണ്ട്. പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടുന്ന ഏതെങ്കിലും അവകാശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. മക്കളെ സംബന്ധിച്ച് കുറച്ച് സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക ചിലവ് വരാനിടയുള്ളൊരു കാലഘട്ടമാണ്. ഏതെങ്കിലുമൊക്കെ നല്ല കർമ്മങ്ങൾ, തീർത്ഥാടനം, വഴിപാടുകൾ പോലെയുള്ളവയൊക്കെ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തുകയോ വ്രതാനുഷ്ഠാനങ്ങൾ പകുതിയിൽ വെച്ച് മുറിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എടുത്തിയാട്ടമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദ നക്ഷത്ര ജാതരുടേതായി 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതയായി വിലയിരുത്താവുന്നത്. ദോഷപരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കിളർത്തി അന്നം ദാനം ചെയ്യുക, അസ്തമയ ശേഷം ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക, മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം നൽകുക, മഞ്ഞൾ കുറി ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം തിലകം ധരിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കടുംപായസം, ഗുരുപുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഇതാണ് നമുക്ക് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദ നക്ഷത്ര ജാതരുടേതായി 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതയെ വിലയിരുത്താൻ കഴിയുന്നത്. നന്ദി, നമസ്കാരം.